അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നൽകുന്ന ചില മണിമുത്തുകളാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മളിൽ ഓരോരുത്തർക്കും പലവിധത്തിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലുണ്ടാകും. ആഗ്രഹങ്ങൾ സഫലമാകാൻ പല വഴികൾ തേടുന്നവരാണ് നമ്മൾ. എന്നാൽ നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ ഏതുമാകട്ടെ, അവ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ പൂവണിയാൻ പരമാവധി ഒരാഴ്ച കൊണ്ട് നടന്നു കിട്ടാൻ വിശുദ്ധ ഹദീസുകളുടെ പ്രബലതയിൽ സ്ഥിരപ്പെട്ട ഈ മഹത്തായ ദിക്ർ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നടന്നിരിക്കും. ആർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കുന്ന ഒന്നാണിത്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ 3 തവണ ആരെങ്കിലും ഉരുവിട്ടാൽ അതിനായി അള്ളാഹു നിശ്ചയിച്ച ഒരു മലക്ക് അയാളോട് ഇപ്രകാരം പറയും, തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു, അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതിനാൽ നിന്റെ ആവശ്യം എന്താണെന്ന് അവനോട് തുറന്നു ചോദിക്കുക. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിലും ഈ ദിക്റിനെ കുറിച്ച് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. വെറും 3 തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരുമെങ്കിൽ ഈ ദിക്ർ 1000 തവണ ചൊല്ലുന്നതിന്റെ മഹത്വം എത്ര വലുതായിരിക്കും. കർമ്മശാസ്ത്ര പണ്ഡിതനായ സയ്യിദ് ബക്രി തങ്ങളുടെ ഇയാനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നുണ്ട്. ആരെങ്കിലും അർദ്ധരാത്രിയിലോ അല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയത്തോ ശുദ്ധിയോടെ ഇരുന്നു യാ അർഹമർ റാഹിമീൻ എന്ന് 1000 തവണ ഉരുവിട്ട് ദുആ ചെയ്താൽ അവന്റെ ഐഹികവും പാരത്രികവുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിക്കൊടുക്കും. 1000 തവണ ചൊല്ലാൻ അധികം സമയം ആവശ്യമില്ല. ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ മാത്രം ശ്രദ്ധയോടെ ചിലവഴിച്ചാൽ ഈ എണ്ണം പൂർത്തിയാക്കാൻ സാധിക്കും. ഈ ദിക്ർ ചൊല്ലുമ്പോൾ ചില അദബുകൾ അഥവാ മര്യാദകൾ പാലിക്കുന്നത് അത് അതിവേഗം സ്വീകരിക്കപ്പെടാൻ കാരണമാകും. വുളൂവോടുകൂടി ഇരുന്ന് ചൊല്ലുക എന്നത് വളരെ പ്രധാനമാണ്. വുളൂവ് വിശ്വാസിയുടെ ആയുധവും ആത്മീയ ശുദ്ധിയുമാണ്. ശുദ്ധിയോടെ അള്ളാഹുവിന്റെ മുന്നിലിരുന്ന് ചോദിക്കുമ്പോൾ അത് തള്ളപ്പെടുകയില്ല. അതുപോലെ കിബിലക്ക് അഭിമുഖമായി ഇരിക്കുന്നതും ചൊല്ലുന്നതിന് മുൻപും ശേഷവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ കരുത്ത് നൽകും. പൂർണ്ണമായ വിശ്വാസത്തോടെയും വിനയത്തോടെയും ഈ ദിക്ർ പതിവാക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ.